കാസർഗോഡ് ഒരാഴ്ചക്കിടെ 3 യുവതികളുടെ ദുരൂഹമരണം. മൂന്നിനും കാരണം ഗാർഹിക പീഡനമാണ്. കാസർഗോഡ് താമസ സ്ഥലത്ത് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ നവവധു ചികിത്സയിലിരിക്കെ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. പേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റിക്കോൽ സ്വദേശിനിയായ അശ്വതിയാണ് മരിച്ചത്. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രി നേഴ്സായ അശ്വതി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പറക്കളായി സ്വദേശി രൂപേഷിന്റെ ഭാര്യയാണ്. വിവാഹിതരായ 1 മാസം തികയുന്നതിന് മുൻപാണ് ദാരുണമായ സംഭവം. കേസിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചക്കിടെ 3ാമത്തെ മരണമാണ്. അത് 3ഉം വിവാഹം കഴിഞ്ഞ് ഏതാനും നാളുകൾക്കിടെയാണ് യുവതികളുടെ മരണമുണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ഒരു യുവതി ആസിഡ് കഴിച്ച് മരിച്ചതെങ്കിൽ ഇവിടെ താമസസ്ഥലത്ത് വെച്ച് വിഷം കഴിച്ച് മരിക്കുന്നു. അതും ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, ഉറ്റ രക്തബന്ധമുള്ളവർ, അവർ പിന്നീട് പ്രണയത്തിലാകുന്നു. വീട്ടുകാരുടെ എതിർപ്പൊക്കെ മറികടന്ന് വിവാഹം കഴിക്കുന്നു. 1 മാസം തികയുന്നതിന് മുൻപ് യുവതിയുടെ മരണം. എന്താണ് അതിന് കാരണമായി പോലീസിന്റെ നിഗമനം എന്താണ്? ടോമെ, പോലീസ് പറയുന്നത് ടോം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ല. കാരണം അത്രത്തോളം അടുത്ത ബന്ധുക്കളാണ് ഇവർ. ഉറ്റ ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടമില്ലാതെയാണ് ഇവർ വിവാഹം നടത്തുന്നത്. അതായത് 4ാം തീയതിയാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. 18ാം തീയതി ഇത്തരത്തിൽ അശ്വതി വിഷം കഴിക്കുന്നു. അതായത് കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സ് ആയ അശ്വതി അവിടെ ഉള്ള മുറിയിൽ നിന്നാണ് ഇങ്ങനെ വിഷം കഴിക്കുന്നത്. പിന്നീട് കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും നില ഗുരുതരമായതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 22ാം തീയതിയാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് അശ്വതി മരണപ്പെടുന്നത്. എന്നാലും ഈ കേസിൽ പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അതേസമയം തന്നെ രഹസ്യമൊഴി, അതായത് ഈ ചികിത്സയിലിരിക്കെ ഈ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിർണായക വിവരങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇനി പുറത്തു വരാനുണ്ട്.